തൊണ്ടി മുതൽ അട്ടിമറിച്ച കേസിൽ ആന്റണി രാജുവിന് ജാമ്യം കിട്ടി. കനത്ത പ്രതിഷേധത്തിന് നടുവിലാണ് അദ്ദേഹം നെടുമങ്ങാട്ട് ഒന്നാം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് മടങ്ങിയത്. 3 വർഷത്തെ തടവ് ശിക്ഷയാണ് രണ്ടാം പ്രതിയായ ആന്റണി രാജുവിന് കോടതി വിധിച്ചത്. ഇതോടെ ആന്റണി രാജുവിന് MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും. ഒന്നാം പ്രതി ജോസിന് 3 വർഷം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. അപ്പീൽ നൽകുന്നതിന് വേണ്ടി ആന്റണി രാജുവിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ആന്റണി രാജുവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും കഴിയില്ല. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി റൂബി ഇസ്മായിലാണ് ശിക്ഷ വിധിച്ചത്. മേൽക്കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടിയില്ലെങ്കിൽ ആന്റണി രാജുവിനെ റിമാൻഡ് ചെയ്യും. ഈ കേസിൽ കോടതിക്ക് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ കൊടുത്തിട്ടുണ്ട്. പ്രോസിക്യൂഷന്റെ ആവശ്യം എൻഹാൻഡ് പണിഷ്മെന്റ് കൊടുക്കണമെന്നതായിരുന്നു. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. പ്രതികൾക്ക് അപ്പീൽ പോകാൻ 1 മാസത്തേക്ക് ശിക്ഷ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 1 മാസത്തിനകം സ്റ്റേ ലഭിച്ച് കോടതിയെ അറിയിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ റിമാൻഡിലേക്ക് ജയിലിലേക്ക് പോകും. 409 വകുപ്പിൽ ഒന്നാം പ്രതിക്ക് മാത്രമേ ശിക്ഷയുള്ളൂ. 84 പേജുള്ള വിധിയാണ് കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളതെന്ന് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അറിയിച്ചു. 2 വർഷത്തിൽ കൂടുതൽ ഏതെങ്കിലും കോടതി ശിക്ഷിച്ചാൽ ജനപ്രതിനിധിക്ക് അയോഗ്യത കൽപ്പിക്കുമെന്ന സുപ്രീം കോടതിയുടെ മുൻ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ആന്റണി രാജു അയോഗ്യനാകുന്നത്. മേൽക്കോടതികളിൽ നിന്ന് വിധിക്ക് സ്റ്റേ ലഭിച്ചാൽ പോലും അയോഗ്യത നിലനിൽക്കുമെന്നതാണ് ഈ കേസിലെ മറ്റൊരു പ്രധാന നിയമപരമായ കാര്യം. ജനപ്രാതിനിധ്യ നിയമപ്രകാരം 6 വർഷത്തേക്ക് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും അയോഗ്യതയുണ്ട്. നിയമസഭാ സെക്രട്ടേറിയറ്റ് ഇത് സംബന്ധിച്ച് വിജ്ഞാപനം ഉടൻ പുറത്തിറക്കും. ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് വലിയ വെല്ലുവിളിയാണ് ഈ വിധി. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിലാണ് അദ്ദേഹത്തിന് ഈ കനത്ത തിരിച്ചടി. ഇടതുമുന്നണിക്കും ഈ ശിക്ഷാവിധി വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ചെറിയ ഘടകകക്ഷിയുടെ പ്രതിനിധിയാണെങ്കിലും തെക്കൻ കേരളത്തിലെ മുന്നണിയുടെ പ്രധാന നേതാക്കളിൽ ഒരാളായി ആന്റണി രാജുവിനെ കണക്കാക്കിയിരുന്നു. CPM-നെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങളിൽ ചാനൽ ചർച്ചകളിൽ സജീവമായി പങ്കെടുത്തിരുന്ന നേതാവാണ് അദ്ദേഹം. നിലവിൽ CPM-ന് പോലും ആന്റണി രാജുവിന് സഹായം നൽകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ആന്റണി രാജു നിയമക്കുരുക്കിലായതോടെ LDF-ലെ ഘടകകക്ഷിയായ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ പക്കലുള്ള തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് CPM ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റ് തിരിച്ചുപിടിക്കാനും BJP അക്കൗണ്ട് തുറക്കാനും ശക്തമായി നീക്കങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ സീറ്റ് നിലനിർത്താൻ CPM നേരിട്ട് രംഗത്തിറങ്ങിയേക്കും. ലഹരി കേസിൽ വിദേശിയായ പ്രതിയെ രക്ഷിക്കാൻ തൊണ്ടി മുതൽ അട്ടിമറിച്ച കേസിലാണ് നെടുമങ്ങാട് കോടതി ശിക്ഷ വിധിച്ചത്. ഗൂഢാലോചനയ്ക്ക് 6 മാസം തടവും, തെളിവ് നശിപ്പിച്ചതിന് 3 വർഷം തടവും, 10,000 രൂപ പിഴയും, കള്ളത്തെളിവുണ്ടാക്കിയതിന് 3 വർഷം തടവുമാണ് കോടതി ആന്റണി രാജുവിന് വിധിച്ച ശിക്ഷകൾ. കേസ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം നെടുമങ്ങാട് കോടതി തള്ളുകയായിരുന്നു. നീതിന്യായ ചരിത്രത്തിൽ അപൂർവമായ ഈ കേസിൽ ഒരു ജനപ്രതിനിധിയും മുൻ കോടതി ഉദ്യോഗസ്ഥനും ചേർന്ന് കോടതി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച കുറ്റമാണ് തെളിയിക്കപ്പെട്ടത്. 1990 ഏപ്രിൽ 4-ന് അടിവസ്ത്രത്തിൽ ലഹരിമരുന്നുമായി പിടിയിലായ ഓസ്ട്രേലിയൻ പൗരൻ സാൽവദോർ സാർലിയെ രക്ഷിക്കാനായിരുന്നു ഇത്. പൂന്തുറ SHO ആയിരുന്ന ജയമോഹൻ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ സാർലിക്ക് 10 വർഷം തടവും പിഴയും ശിക്ഷ വിധിച്ചിരുന്നു. ഈ വിചാരണ നടക്കുന്ന സമയത്ത് പ്രതിയുടെ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു തൊണ്ടി ക്ലർക്കിനെ സ്വാധീനിച്ച് പ്രതിയുടെ അടിവസ്ത്രം കോടതിക്ക് പുറത്തേക്ക് കൊണ്ടുപോയി ചെറുതാക്കി തിരികെ വെക്കുകയായിരുന്നു. പ്രതിയുടെ സ്വകാര്യ വസ്തുക്കൾ വിട്ടുകൊടുക്കാനുള്ള കോടതി ഉത്തരവിന്റെ മറവിലാണ് തൊണ്ടി കടത്തിക്കൊണ്ടുപോയി മാറ്റം വരുത്തിയത്.